അടുത്തയാഴ്ച ഇസ്രായേൽ സന്ദർശനത്തിനൊരുങ്ങി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സന്ദർശനത്തിന് മുന്നോടിയായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇന്ത്യയെ പ്രശംസിക്കുകയും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തെ ശക്തവും തന്ത്രപരവുമായ സഖ്യമെന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തു. 1.5 ബില്യൺ ജനസംഖ്യയുള്ള ഇന്ത്യയിൽ ഇസ്രായേലിന് വലിയ സ്വീകാര്യതയുണ്ടെന്നും നെതന്യാഹു പറഞ്ഞു. ഇസ്രായേൽ സന്ദർശനത്തിന്റെ ഔദ്യോഗിക തീയതികൾ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും ന്യൂഡൽഹിയിൽ നടക്കുന്ന ഉച്ചകോടിക്ക് ശേഷം പ്രധാനമന്ത്രി ഇസ്രായേലിലേക്ക് പോയേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. എന്നാൽ പ്രധാനമന്ത്രിയുടെ ഇസ്രായേൽ സന്ദർശനത്തിൽ പ്രതിഷേധവുമായി പലസ്തീൻ അനുകൂല സംഘടനകൾ രംഗത്തെത്തി. മോദി ഇസ്രായേൽ സന്ദർശിക്കരുതെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിലുള്ള ഗാസ പീസ് ബോർഡിൽ ചേരാനുള്ള ക്ഷണം നിരസിക്കണമെന്നും ഇന്ത്യൻ പീപ്പിൾ ഇൻ സോളിഡാരിറ്റി വിത്ത് പാലസ്തീൻ ആവശ്യപ്പെട്ടു. 2025 ഒക്ടോബറിൽ ഇസ്രായേലും ഹമാസും തമ്മിൽ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതിനു ശേഷവും ഇസ്രായേൽ അധിനിവേശ സേന പലസ്തീനികൾക്കെതിരെ ആക്രമണം തുടരുകയാണ്. വെടിനിർത്തലിന്റെ 5 മാസത്തിനുള്ളിൽ മാത്രം 500-ലധികം പലസ്തീനികളെ ഇസ്രായേൽ അധിനിവേശ സേന കൊലപ്പെടുത്തി. ഈ സാഹചര്യത്തിൽ ഇസ്രായേലുമായുള്ള വ്യാപാര നയതന്ത്ര ബന്ധങ്ങൾ ഉൾപ്പെടെ എല്ലാത്തരം ബന്ധങ്ങളും ഇന്ത്യൻ സർക്കാർ വിച്ഛേദിക്കണമെന്നും IPSCP ആവശ്യപ്പെട്ടു. ഏകദേശം 9 വർഷങ്ങൾക്ക് ശേഷമാണ് മോദി ഇസ്രായേൽ സന്ദർശിക്കുന്നത്. 3ാം തവണ അധികാരത്തിലേറിയതിനു ശേഷമുള്ള ആദ്യ സന്ദർശനവും ഉഭയകക്ഷി സഹകരണത്തിനു പുറമെ പശ്ചിമേഷ്യയിലെ സുരക്ഷാ സാഹചര്യവും ഉൾപ്പെടെയുള്ള പ്രാദേശിക ആഗോള സംഭവ വികാസങ്ങളും ഇരു നേതാക്കളും തമ്മിൽ ചർച്ച ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇരു രാജ്യങ്ങളും തമ്മിൽ സ്വതന്ത്ര വ്യാപാര കരാറിനായുള്ള ചർച്ചകൾ നടക്കുന്നതായി ഇന്ത്യയിലെ ഇസ്രായേലി അംബാസഡർ റൂവൻ നസർ അടുത്തിടെ പറഞ്ഞിരുന്നു. ഇന്ത്യയുടെ പ്രധാന പ്രതിരോധ പങ്കാളികളിൽ ഒന്നാണ് ഇസ്രായേൽ. മിസൈലുകൾ, ഡ്രോണുകൾ മുതൽ നിരീക്ഷണ വ്യോമ പ്രതിരോധ പ്ലാറ്റ്ഫോമുകൾ വരെയുള്ള നിർണായക സംവിധാനങ്ങൾ ഇന്ത്യ ഇസ്രായേലിൽ നിന്നാണ് ഇറക്കുമതി ചെയ്യുന്നത്. പ്രധാനമന്ത്രി മോദിയുടെ സന്ദർശന വേളയിൽ മന്ത്രിമാരും വ്യവസായ പ്രമുഖരും ഉൾപ്പെടെയുള്ള ഉന്നതതല പ്രതിനിധി സംഘവും ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കുന്നു. കഴിഞ്ഞ വർഷം വിദേശകാര്യമന്ത്രി ഡോക്ടർ S ജയശങ്കറും ഇന്ത്യൻ വ്യാപാര മന്ത്രി പീയൂഷ് ഗോയലും ഇസ്രായേൽ ധനകാര്യമന്ത്രി നിർ ബർക്കത്ത്, ധനമന്ത്രി ബെസലേൽ സ്മോട്രിച്ച്, വിദേശകാര്യമന്ത്രി ഗിഡിയൻ സാർ എന്നിവർ ഇന്ത്യയും സന്ദർശിച്ചിരുന്നു. 2023 നവംബറിൽ G20 ഉച്ചകോടിയിൽ ആരംഭിച്ച ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് ഇടനാഴിക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ വരാനിരിക്കുന്ന സന്ദർശനം ഉത്തേജനം നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതേസമയം ഗാസയിലെ സമാധാന ശ്രമങ്ങൾക്കായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച ബോർഡ് ഓഫ് പീസിൽ ചേരാനുള്ള ക്ഷണം പരിശോധിച്ചു വരികയാണെന്ന് ഇന്ത്യ അറിയിച്ചു. പശ്ചിമേഷ്യയിൽ സമാധാനവും സ്ഥിരതയും ലക്ഷ്യമാക്കിയുള്ള പദ്ധതികളോട് ഇന്ത്യ എന്നും പ്രതിജ്ഞാബദ്ധത പുലർത്തിയിട്ടുണ്ടെന്നും ബോർഡ് ഓഫ് പീസിന്റെ കാര്യത്തിൽ അന്തിമ തീരുമാനം കൈക്കൊണ്ടിട്ടില്ലെന്നും സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കി. ഈ മാസം 19 നടക്കാനിരിക്കുന്ന ബോർഡിന്റെ ആദ്യ യോഗത്തിൽ ഇന്ത്യ പങ്കെടുക്കുമോ എന്ന് വ്യക്തമാക്കിയിട്ടില്ല. ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന് ശേഷമുള്ള ഗാസയുടെ പുനർനിർമ്മാണത്തിനും സമാധാന പാലനത്തിനും മേൽനോട്ടം വഹിക്കുക എന്നതാണ് ഈ ബോർഡിന്റെ പ്രാഥമിക ചുമതല. ഗാസയിൽ മാത്രം ഒതുങ്ങാതെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള സംഘർഷങ്ങൾ പരിഹരിക്കാനും സമാധാനം സ്ഥാപിക്കാനും ഈ സംഘടന ലക്ഷ്യമിടുന്നു. നിലവിൽ 25ഓളം രാജ്യങ്ങൾ ഇതിൽ അംഗങ്ങളാകാൻ സമ്മതിച്ചിട്ടുണ്ട്. സൗദി അറേബ്യ, പാകിസ്ഥാൻ, തുർക്കി, ഈജിപ്ത്, ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു. എന്നാൽ അറബ് രാജ്യങ്ങളുമായും ഇസ്രായേലുമായും ഇക്കാര്യം ഇന്ത്യ ചർച്ച ചെയ്യും. മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനുള്ള അന്താരാഷ്ട്ര ശ്രമങ്ങളെ ഇന്ത്യ സ്വാഗതം ചെയ്യുന്നുണ്ടെങ്കിലും തങ്ങളുടെ നിലപാടുകളിൽ വ്യക്തത വരുത്താൻ കൂടുതൽ ചർച്ചകൾ ആവശ്യമാണെന്ന നിലപാടിലാണ് കേന്ദ്ര സർക്കാർ. പ്രധാനമന്ത്രിയുടെ ഇസ്രായേൽ സന്ദർശനം കേവലം ഒരു ഉഭയകക്ഷി സന്ദർശനമല്ല, മറിച്ച് മാറിക്കൊണ്ടിരിക്കുന്ന ആഗോള രാഷ്ട്രീയത്തിൽ ഇന്ത്യയുടെ സ്വാധീനം വ്യക്തമാക്കുന്ന ഒന്നാണ്. ഇസ്രായേലിന്റെ സാങ്കേതിക വിദ്യയും പ്രതിരോധ സഹകരണവും ഇന്ത്യക്ക് അത്യാവശ്യമാണെന്നിരിക്കെ തന്നെ അറബ് രാജ്യങ്ങളുമായുള്ള ഊർജ്ജബന്ധവും ചരിത്രപരമായ സൗഹൃദവും ഉപേക്ഷിക്കാൻ ഇന്ത്യ തയ്യാറല്ല. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.